മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും സ്വാധീനമുള്ള വിദേശ ഇന്ത്യക്കാരിൽ ഒന്നാമനായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലി. ജെംസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥാപകനും മലയാളിയുമായ സണ്ണി വർക്കിയാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. പട്ടികയിലെ ആദ്യ 6 പേരിൽ 5 പേരും മലയാളികളാണ്. റീറ്റെയിൽ, റിയൽ എസ്റ്റേറ്റ്, ആരോഗ്യം, ഫിനാൻസ്, ടെക്നോളജി തുടങ്ങി മിഡിൽ ഈസ്റ്റിൽ വിവിധ മേഖലകളിൽ വലിയ സ്വാധീനമുണ്ടാക്കിയ ഇന്ത്യക്കാരെയാണ് പുരസ്കാരത്തിന് പരിഗണിച്ചത്. ദ 100 NRIs എന്ന പേരിൽ മിഡിൽ ഈസ്റ്റ് എന്റർപ്രണറാണ് പട്ടിക തയ്യാറാക്കിയത്. മിഡിൽ ഈസ്റ്റിലെ വാണിജ്യ വ്യവസായ മുന്നേറ്റത്തിന് എം.എ. യൂസഫ് അലി നൽകിയ സംഭാവനകൾ ഏറ്റവും മികച്ചതാണെന്ന് പട്ടികയിൽ ഒന്നാമനായി അദ്ദേഹത്തെ പരിഗണിച്ചുകൊണ്ട് വിലയിരുത്തി. പ്രൊഫഷണലായ റീറ്റെയിൽ സംവിധാനമാണ് ലുലു മിഡിൽ ഈസ്റ്റിൽ നടപ്പാക്കിയതെന്നും അഭിപ്രായപ്പെട്ടു. ജെംസ് എഡ്യൂക്കേഷൻസ് ഗ്രൂപ്പ് സ്ഥാപകനും എക്സിക്യൂട്ടീവ് ചെയർമാനുമായ സണ്ണി വർക്കി, ദുബായ് ഇസ്ലാമിക് ബാങ്ക് സിഇഒ ഡോക്ടർ അദ്നാൻ ചിൽവാൻ, ആസ്റ്റർ DM ഹെൽത്ത് കെയർ സ്ഥാപകൻ ഡോക്ടർ ആസാദ് മൂപ്പൻ, ബുർജിൽ ഹോൾഡിംഗ്സ് സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ഷംസീർ വയലിൽ എന്നിവർ ആദ്യ 5-ൽ ഇടം നേടി. ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സ് MD അദീബ് അഹമ്മദ്, ശോഭ ഗ്രൂപ്പ് സ്ഥാപകൻ PNC മേനോൻ, തുമ്പൈ ഗ്രൂപ്പ് സ്ഥാപക പ്രസിഡന്റ് തുമ്പൈ മൊയ്തീൻ, RP ഗ്രൂപ്പ് സ്ഥാപകൻ രവി പിള്ള തുടങ്ങിയവരാണ് പട്ടികയിലെ മറ്റ് മലയാളികൾ. ഏരീസ് ഗ്രൂപ്പ് ചെയർമാൻ സോഹൻ റോയ്, ട്രാൻസ്വേൾഡ് ഗ്രൂപ്പ് ചെയർമാൻ രമേശ് രാമകൃഷ്ണൻ, ജോയി ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോയി ആലുക്കാസ്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് MD ഷംലാൽ അഹമ്മദ് എന്നിവരും പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ദുബായ്.